ഹായ് ഫ്രണ്ട്സ്, സയൻസ് സ്റ്റോൺ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനൂപ്. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മറ്റു കൂട്ടുകാരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SCRT ടെസ്റ്റിലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വാതക നിയമവും മോൾ കൺസെപ്റ്റ് എന്ന പാഠത്തെക്കുറിച്ചാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ വാതക നിയമത്തെക്കുറിച്ചുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ നിങ്ങൾ വ്യക്തമായി കാണുക, എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഇതിനെ പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. SLCക്ക് വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: The size of the air bubble rising from the bottom of an aquarium increases. Why? Which gas law is applicable to this? ഇതാണ് ചോദ്യം. അതായത് സൈസ് ഓഫ് ദ എയർ ബബിൾ റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം. ഒരു അക്വേറിയത്തിലെ ആ എയർ ബബിൾ, വായു കുമിളകൾ, ആ അക്വേറിയത്തിലെ ആ വായു കുമിളകൾ മുകളിലേക്ക് വരുംതോറും, റൈസ് ചെയ്യും തോറും ഇൻക്രീസ്, അതായത് അതിന്റെ സൈസ് കൂടി വരുന്നു. താഴേന്ന് മുകളിലേക്ക് വരുംതോറും ആ വായു കുമിളകളുടെ സൈസ്, വലിപ്പം കൂടി വരുന്നു. അതിന് കാരണം എന്താണ്? ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് ചോദ്യം. പ്രീവിയസ് ആണ്, SLCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പൊ അതിനു മുമ്പ്, ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വാതക നിയമങ്ങളെ പറ്റി പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഇതിനെ പറ്റിയുള്ള അറിവ് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ നോക്കുക. അപ്പൊ എങ്ങനെയാണ്? ആദ്യം ഇതിനു മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം, വാതക നിയമങ്ങൾ ഏതെല്ലാം ഉണ്ട്. വാതക നിയമങ്ങൾ ശ്രദ്ധിക്കുക. ബോയ്സ് ലാ, ഒന്നാമത്തെ ബോയ്സ് ലാ, രണ്ടാമത്തെ ചാൾസ് ലാ, മൂന്നാമത്തത് അവഗാഡ്രോസ് ലാ. 3 നിയമങ്ങൾ: ബോയ്സ് ലാ, ചാൾസ് ലാ, അവഗാഡ്രോസ് ലാ. ഇത്രയും വാതക നിയമങ്ങളുണ്ട്. അപ്പൊ ഈ വാതക നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ 4 പോയിന്റ്സ് ഇവിടെ പറയും. അത് പഠിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. പി എന്ന് പറഞ്ഞ പ്രഷർ, മർദ്ദം. വി എന്ന് പറഞ്ഞ വോളിയം, വ്യാപ്തം. T ടെമ്പറേച്ചർ, താപനില. N നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. ഇത് ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. P, V, T, N. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. ഇതിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഇപ്പൊ 4 ക്വാണ്ടിറ്റീസ് ഞാൻ തന്നിട്ടുണ്ട്. പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഇത് 3 വാതക നിയമത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വാതക നിയമത്തിനകത്തും ഈ വോളിയം കോമൺ ആയിട്ട് വന്നു. ഈ 3 വാതക നിയമത്തിനകത്തും വോളിയം കോമൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. 3 വാതക നിയമത്തിലും വോളിയം കോൺസ്റ്റന്റ് എന്നല്ല, വോളിയം അതിനകത്ത് ഉണ്ട് എന്ന് കരുതുക. അപ്പൊ നമ്മൾ ആദ്യം ബോയ്സ് ലാ പറയാൻ പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും 2 ക്വാണ്ടിറ്റി നമ്മൾ പറയുന്ന സമയത്ത് ബാക്കിയുള്ള 2 ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഞാൻ 2 ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ബാക്കിയുള്ള 2 ക്വാണ്ടിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം, സ്ഥിരമായിരിക്കണം, മാറ്റം വരുത്തരുത്. അപ്പൊ നോക്കാം. ബോയ്സ് ലാ ഞാൻ ആദ്യം പറയുന്നത്, ഇപ്പൊ എല്ലാത്തിനകത്ത് നമ്മൾ വോളിയം പറയണമല്ലോ. ബോയ്സ് ലാത്തിനകത്ത് ആദ്യം പറയുന്നത് പ്രഷറും മർദ്ദവും വോളിയവും തമ്മിലുള്ള ബന്ധമാണ് ബോയ്സ് ലായിൽ പറയുന്നത്. പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം. പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷറും വോളിയവും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മൾ പിയും വിയും തമ്മിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ആരൊക്കെ ആയിരിക്കും അവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? അവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറും പിന്നെ ആരുണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൾക്കാരും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നോക്കാം. അപ്പൊ എന്താണ് ബോയ്സ് ലാ? ശ്രദ്ധിക്കുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, കണ്ടോ, താപനില സ്ഥിരമായിരുന്നാൽ നോക്കാം, പ്രഷറും വോളിയവും എങ്ങനെയായിരിക്കും? പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ശ്രദ്ധിക്കുക. ബോയ്സ് ലായിൽ മാത്രമേ ഉള്ളൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ബാക്കി പറയുന്ന 2 നിയമവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ശ്രദ്ധിക്കുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the given volume of a gas, the given mass of a gas is inversely proportional to its pressure. ശ്രദ്ധിക്കുക. At constant temperature
the given volume of a gas is inversely proportional to its pressure. അതായത് താപനില സ്ഥിരമായിരുന്നാൽ എന്താ അതിന്റെ വോളിയവും എന്താ പ്രഷറും തമ്മിൽ എന്തായിരിക്കും? എപ്പോഴും വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ. ഓക്കെ. ഇനി രണ്ടാമത്തെ ചാൾസ് ലാ നോക്കാം. അപ്പൊ നമ്മൾ പിയും വിയും പറഞ്ഞു. എല്ലാത്തിൻ്റെയും വി പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ പറയേണ്ടത് വിയും പിയും വിയും അത് കഴിഞ്ഞു. അടുത്ത വിയും ആരുമായിരിക്കും? ടിയും തമ്മിൽ. ആദ്യം പറഞ്ഞു ബോയ്സ് ലാ മാത്രമേ ഉള്ളൂ ഇൻവേഴ്സ്ലി. ബാക്കിയുള്ള രണ്ട് നിയമങ്ങളും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേരനുപാതം. അപ്പോൾ വിയും ടിയും എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. വിയും ടിയും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ ബാക്കി ആരൊക്കെ ആയിരിക്കും അവിടെ കോൺസ്റ്റന്റ് പറയാനുള്ളത്? പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂൾസ്. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് is directly proportional to its temperature. ഏതിലെ ടെമ്പറേച്ചർ ആണ് ശ്രദ്ധിക്കുക? അറ്റ് കെൽവിൻ. കെൽവിനിലെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക. പ്രഷർ, മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു നിശ്ചിത വ്യാപ്തം അല്ലെങ്കിൽ നിശ്ചിത വോളിയം ഉള്ള ഒരു വാതകം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? നേരനുപാതത്തിലായിരിക്കും. ടെമ്പറേച്ചർ, കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലായിരിക്കും. ശ്രദ്ധിക്കുക, പ്രഷർ കോൺസ്റ്റന്റ് വി ആൻഡ് ടി ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇതാണ് ചാൾസ് ലാ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, അവഗാഡ്രോസ് ലാ. അപ്പൊ നമുക്ക് പിയും വിയും ആയി, വിയും ടിയും ആയി. എല്ലാത്തിനകത്തും വി വരണം. അപ്പൊ ഇനി ആരൊക്കെ മാത്രമേ ഉള്ളൂ? വിയും ആരും തമ്മിലുള്ള റിലേഷൻ കൂടെ ഇനി പറയാനുള്ളൂ. വിയും എന്നും തമ്മിലുള്ള റിലേഷനാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വിയും എന്നും തമ്മിൽ നോക്കാം. വിയും എന്നും പറയപ്പം ബാക്കി ആരൊക്കെയാ കോൺസ്റ്റന്റ്? വിയും എന്നും പോയി. ബാക്കി പിയും ടിയുമാണ് അവിടെ കോൺസ്റ്റന്റ്. പിയും ടിയും കോൺസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പറയണം. ഓക്കെ. അപ്പൊ എന്തായിരിക്കും അവഗാഡ്രോസ് ലാ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, താപനിലയും മർദ്ദവും സ്ഥിരമായിരുന്നാൽ എന്തായിരിക്കും? വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും വോളിയം കൂടുന്നു. തന്മാത്രകളുടെ എണ്ണം കുറയുന്തോറും വോളിയം കുറയുന്നു. അവ തമ്മിൽ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇതാണ് അവഗാഡ്രോസ് ലാ. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ നമുക്ക് പറയാം. പിയും വിയും ബോയ്സ് ലാ, അത് മാത്രമേ ഉള്ളൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ബാക്കി പിയും വിയും കഴിഞ്ഞാൽ അടുത്ത വിയും ടിയും തമ്മിലുള്ള റിലേഷൻ ചാൾസ് ലാ. വിയും ടിയും അപ്പൊ കോൺസ്റ്റന്റ് ആണെന്ന് നോക്കുക. അടുത്ത് പറയേണ്ടത് വിയും എന്നും തമ്മിലുള്ള റിലേഷൻ, അതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ കോൺസ്റ്റന്റ് ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. ഇതാണ് ബോയ്സ് ലാ, ചാൾസ് ലാ, അവഗാഡ്രോസ് ലാ. ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതി വരാം. അതായത് ബോയ്സ് ലാ വരുമ്പം പി ഇൻറ്റു വി എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ്. പി ഇൻറ്റു വി കോൺസ്റ്റന്റ്. ചാൾസ് ലാ വരുമ്പം വി ബൈ ടി ആണ് കോൺസ്റ്റന്റ്. വി ബൈ ടി ആണ് കോൺസ്റ്റന്റ്. അവഗാഡ്രോസ് ലാ വരുമ്പം വി ബൈ എൻ ആണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ പി ഇൻറ്റു വി ആണ് കോൺസ്റ്റന്റ്, വി ബൈ ടി കോൺസ്റ്റന്റ് ചാൾസ് ലാ. അവഗാഡ്രോസ് ലായിൽ വിയും എന്നും പിയും വിയും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായും അത് ബോയ്സ് ലാ ആയിരിക്കും. വിയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ചാൾസ് ലാ ആയിരിക്കും. വിയും എന്നും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് എന്തായിരിക്കും? അവഗാഡ്രോസ് ലാ ആയിരിക്കും. അപ്പൊ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം. അവിടെ ഈ പറഞ്ഞത് ഈ ബോയ്സ് ലായും ചാൾസ് ലായും അവഗാഡ്രോസ്, ഈ ഗ്യാസ് ലാ എല്ലാം ആപ്ലിക്കബിൾ ആകുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. അറ്റ് ബോയ്സ് ലാ ടെമ്പറേച്ചർ മസ്റ്റ് ബി കോൺസ്റ്റന്റ്. ബോയ്സ് ലാ വരുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ചാൾസ് ലാ വരുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അവഗാഡ്രോസ് ലാ വരുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുകൊണ്ട് അത് നമ്മുടെ പോയിന്റ്സിൽ വ്യക്തമായിട്ട് അത് കാണണം, ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് ലഭിക്കുകയില്ല. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ സൈസ് ഓഫ് ദ എയർ ബബിൾ റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. അതായത് ആ വായു കുമിള അക്വേറിയത്തിലെ ആ ടാങ്കിലുള്ള, ഓക്കെ, ശ്രദ്ധിക്കുക, വായു കുമിള മുകളിലേക്ക് വരുന്തോറും വലിപ്പം കൂടി വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെ തമ്മിൽ റിലേഷൻ നമുക്ക് അവിടെ കിട്ടും നോക്കാം. സൈസ് ഓഫ് ദ എയർ ബബിൾ, സൈസ് എന്നാ പറഞ്ഞിരിക്കുന്നത്, സൈസ് വോളിയം. അപ്പൊ അവിടെ വോളിയം ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? റൈസിംഗ് ഫ്രം ആൻ അക്വേറിയം ഇൻക്രീസസ്. എന്താ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മുകളിലേക്ക് വരുന്തോറും, മുകളിലേക്ക് പോകുന്തോറും പ്രഷറിന് എന്ത് സംഭവിക്കും?
മുകളിലേക്ക് പോകുന്നതോറും നിങ്ങൾക്കെല്ലാം അറിയാം, മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കുറയും. മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കുറയും. പ്രഷർ കുറയപ്പം നമ്മൾ നോക്കാം, പ്രഷർ കുറയപ്പം എന്ത് സംഭവിക്കും? വോളിയം. പ്രഷർ കുറയപ്പം വോളിയത്തിന് എന്ത് സംഭവിക്കും? പ്രഷർ കുറയപ്പം വോളിയം കൂടും. പ്രഷർ കുറയപ്പം വോളിയം കൂടും. മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കുറയുന്നു, പ്രഷർ കുറയുന്നു. അപ്പൊ അതിനനുസരിച്ച് വോളിയം, ശ്രദ്ധിക്കുക, പ്രഷർ കുറയുന്നു, അതിനനുസരിച്ച് വോളിയം കൂടുന്നു. ഇത്രയേ ഉള്ളൂ ഉത്തരം. ചോദ്യം ഇതായിരുന്നു. The size of the air bubble rising from the bottom of an aquarium increases by which gas law is applicable to this? ഏത് ഗ്യാസ് ലയ? ബോയ്സ് ലയ. എങ്ങനെ നമുക്ക് മനസ്സിലായി? മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കുറയുന്നു, പ്രഷർ കുറയുന്നതോറും വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അത് ഏത് ഗ്യാസ് ലയാണ്? വൈ? കാരണം അറിയാം. Which gas law is applicable to this? State the law എന്നായിരിക്കും ചോദിക്കുന്നത്. ബോയ്സ് ലോ. അപ്പൊ മറ്റൊരു ചോദ്യം നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചോദ്യം കാണാൻ പറ്റും. എന്റെ കയ്യിൽ ബലൂൺ ഇരിക്കുക, ഒരു ബലൂൺ. വെള്ളത്തിനകത്തേക്ക് വായു നിറച്ച ബലൂൺ വെള്ളത്തിനകത്തേക്ക് മുക്കുന്നു. വെള്ളത്തിനകത്തെ താഴേക്ക് നമ്മൾ മുക്കുന്നു. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അതിന്റെ വ്യാപ്തത്തിന് അല്ലെങ്കിൽ വോളിയത്തിന് എന്ത് സംഭവിക്കും? താഴേക്ക് പോകുന്ന പ്രഷർ കൂടും. താഴേക്ക് പോകുന്ന പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ബലൂൺ എന്ത് ചെയ്യും? ബലൂണിന്റെ വോളിയം കുറയും. ബലൂൺ എന്ത് ചെയ്യും? ചുരുങ്ങും. നേരത്തെ പറഞ്ഞ സൈസ് കൂടി, ഇപ്പം എന്ത് സംഭവിക്കും? സൈസ് കുറയും. ഇപ്പൊ രണ്ടും അറിയണം. അതിന് മെയിൻ പോയിന്റ് മുകളിലേക്ക് പോകുന്നതോറും പ്രഷറിന്റെ കാര്യവും താഴേക്ക് പോകുന്നതോറുള്ള പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷന് എന്ന് പറയുന്നത് ബോയ്സ് ലോ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബോയ്സ് ലോ. ഇനി ഇതറിയാമെങ്കിൽ ഈ നമുക്ക് ഈ 3 ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 3 നിയമങ്ങളും ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ എന്റെ 2, 3 ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. An inflated balloon is kept in sunlight, it will burst. Why? Which gas law is applicable to this? An inflated balloon is kept in sunlight, it will burst. Why? Which gas law is applicable to this? എന്താ? ഒരു ഊതിപ്പെരുക്കിയ ഒരു ബലൂൺ ഞാൻ വെയിലത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് പൊട്ടിപ്പോകുന്നു. എന്താണ് കാരണം? ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ 3 വാതക നിയമങ്ങൾ പഠിച്ചു. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യം ഇത് ബോയ്സ് ലോ ആണോ? Inflated balloon is kept in sunlight. Sunlight എന്താ? സൺലൈറ്റ് സൂര്യപ്രകാശം, ചൂട്, ടെമ്പറേച്ചർ. ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ഇവിടെ ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബോയ്സ് ലോ വരില്ല. ഓക്കെ, ബോയ്സ് ലോ അല്ല. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? സൺലൈറ്റ് ഇറ്റ് വിൽ ബേഴ്സ്റ്റ്. വൈ? അതായത് പൊട്ടിപ്പോകണമെങ്കിൽ എന്ത് സംഭവിക്കും? ബലൂൺ നമ്മൾ എത്രത്തോളം എന്താ എയർ അങ്ങോട്ട് കയറി എന്ത് സംഭവിക്കും? എത്രത്തോളം എയർ എന്താ കൂടുന്തോറും എന്ത് സംഭവിക്കുന്നത്? പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇത് വികസിക്കുന്നു. ഇവിടെ ബലൂൺ എന്ത് സംഭവിക്കുന്നു? വെയിലത്ത് വെച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ബലൂൺ വികസിച്ച് എന്ത് ചെയ്യുന്നു? പൊട്ടുന്നു. അപ്പൊ എന്തായിരിക്കും ഇവിടെ വികസിക്കാനുള്ള കാരണം? വികസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വോളിയം. വോളിയം. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള റിലേഷനാ പറഞ്ഞിരിക്കുന്നത്? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ഏത് നിയമം? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയാൻ നേരം നമുക്കറിയാം, അവിടെ ആര് കോൺസ്റ്റന്റ് ആയിരിക്കണം? പ്രഷർ മസ്റ്റ് ബി കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇത് ഏത് നിയമമായിരിക്കും? ചാൾസ് ലോ. ചാൾസ് ലോ. എങ്ങനെ മനസ്സിലായി? കാരണം inflated balloon is kept in sunlight. നമ്മുടെ പോയിന്റ് കിട്ടി, സൺലൈറ്റ്, ടെമ്പറേച്ചർ, ഇറ്റ് വിൽ ബേസ്റ്റ്. എന്റെ വോളിയം കൂടി എന്ത് ചെയ്യുന്നു? പൊട്ടിപ്പോകും. അപ്പൊ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത് ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ചാൾസ് ലോ. അപ്പൊ ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. Inflated balloon is kept in sunlight, it will burst. Why? Which gas law is applicable to this? അപ്പം ഇത് ഏത് ഗ്യാസ് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് സംഭവിക്കും? At constant pressure volume and temperature are directly proportional. That means the temperature increases. Why? At sunlight. So what happened? Temperature increases, so volume also increases. So what happened? At last, what happened? It will burst. അതായത് വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നതോറും എന്ത് സംഭവിക്കുന്നു? വോളിയം കൂടുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ആ ബലൂണ് എന്ത് സംഭവിക്കും? വികസിച്ച് അവസാനം എന്ത് ചെയ്യുന്നു? പൊട്ടുന്നു. അപ്പൊ ഇതിന് കാരണമായ വാതക നിയമമാണ് ചാൾസ് ലോ. ശ്രദ്ധിക്കുക, ചാൾസ് ലോ
എന്താ എഴുതാൻ നേരത്ത് അവിടെ നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് മസ്റ്റ് ആയിട്ട് അവിടെ വേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ വാതക നിയമവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ, എ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ്, വിച്ച് ഗ്യാസ് ലാ ഈസ് ആപ്ലിക്കബിൾ ടു ദിസ്? ഒരു ബലൂൺ ഞാൻ ഊതിപ്പെരുക്കുകയാണ്. ഒരു ബലൂൺ ഊതിപ്പെരുക്കുകയാണ്. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഊതിപ്പെരുക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒരു ബലൂൺ നമ്മൾ എത്രത്തോളം ഊതുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ബലൂൺ വികസിക്കും. വോളിയം, അതായത് വോളിയം കൂടും. ഓക്കെ, വോളിയം നമ്മൾ എത്രത്തോളം ഊതുന്തോറും എന്ത് സംഭവിക്കും? വോളിയം കൂടുന്നു. എന്താ അതിനുള്ള കാരണം? കാരണം അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്മുടെ എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യണം? തന്മാത്രകളുടെ എണ്ണം ഊതുന്നതിനനുസരിച്ച് ആ ബലൂണിനകത്ത് നിറയുന്ന തന്മാത്രകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? വ്യാപ്തം അല്ലെങ്കിൽ വോളിയവും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതായത് ഇവിടെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള, തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വോളിയവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടെ രണ്ടാൾക്കാർ കോൺസ്റ്റന്റ് ആയിരിക്കണം, പി ആൻഡ് ടി. At constant temperature and pressure, volume is directly proportional to its number of molecules. അതായത് എന്താ? ടെമ്പറേച്ചർ, താപനിലയും മർദ്ദവും സ്ഥിരമായിരുന്നാൽ the given volume of a gas is directly proportional to its number of molecules. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം എത്രത്തോളം കൂടുന്നു വോളിയം അത്രത്തോളം കൂടും. തന്മാത്രകളുടെ എണ്ണം എത്രത്തോളം കുറയുന്നു അത്രയും എന്താ വോളിയം കുറയും. ഓക്കെ, അപ്പൊ ഇത് ഏത് ഗ്യാസിലാണ്? നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് ഏത് ഗ്യാസിലാണ്? അവഗാഡ്രോസ് ലാ. ഇത് അവഗാഡ്രോസ് ലാ, അവഗാഡ്രോയുടെ നിയമം. ശ്രദ്ധിക്കുക, a balloon is being inflated, which gas law is applicable to this? Avogadro's law. എന്താ? V is directly proportional to N. P and T are constant. Okay, അപ്പൊ ശ്രദ്ധിക്കുക, ഇതെങ്ങനെ മനസ്സിലായി? എ ബലൂൺ ഇസ് ബീയിങ് ഇൻഫ്ലേറ്റഡ്. ആ കണ്ടീഷൻ നിങ്ങൾ അപ്പോഴേ ആലോചിക്കുക. ഒരു ബലൂൺ ഊതിപ്പെരുക്കുകയാണ്. ഊതിപ്പെരുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ആ ബലൂണിനുള്ളിലേക്ക് എൻ്റർ ചെയ്യണം. ആ ബലൂണിനുള്ളിലേക്ക് എയർ മോളിക്യൂൾസ് എൻ്റർ ചെയ്യപ്പോൾ എത്രത്തോളം എയർ മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നു അത്രത്തോളം വോളിയം കൂടും. എയർ മോളിക്യൂൾസിന്റെ എണ്ണം കുറയും തോറും എന്ത് സംഭവിക്കും? വോളിയം അത്രത്തോളം കുറയുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയത്. അവഗാഡ്രോസ് ലാ, വിയും എന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവഗാഡ്രോസ് ലാ. ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മസ്റ്റ് ബി കോൺസ്റ്റന്റ്. എങ്കിൽ മാത്രമേ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവൂ. ഓക്കെ, അടുത്ത നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൂടെ നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഈ 3 ചോദ്യം മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ ഇതുപോലെ എന്താ ഇൻഡയറക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പാഠത്തിന്റെ 2 ഭാഗങ്ങളാണ് പ്രധാനം. ഒന്ന് ഗ്യാസ് ലാ, ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്, ഒരു 3 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. രണ്ടാമത്തെ സെക്ഷൻ മോൾ, അത് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ മോളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ മിനിമം ഒരു 6 മാർക്കെങ്കിലും നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ള ഒരു പാഠമാണ്. അതുകൊണ്ട് ഇത് നോക്കാം. ഗ്യാസ് ലാ ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ വ്യക്തമായി ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പൊ അടുത്ത 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. അതായത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, പെട്ടെന്ന് നമുക്ക് പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആൾറെഡി തന്നിട്ടുണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കും. ഓക്കെ, എന്താണ് ഈ ടേബിൾ അവർ തന്നിട്ടുള്ളത്? ടേബിളിൽ 1-ാം ഭാഗം പ്രഷറും 2ാമത്തെ ഭാഗം വോളിയവും തന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ട് 1 atm, 2 atm, 3 atm ഇവിടെ കണ്ടുപിടിക്കണം. ഈ ഭാഗത്ത് തന്നിട്ടുള്ളത് വോളിയം കാണുക. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത് ഏത് വാതക നിയമമാണ്. നമുക്ക് തന്നെ അറിയാം, പ്രഷറും വോളിയം തമ്മിലുള്ളത് ബോയ്സ് ലാ ആണ് പറയുന്നത്. പ്രഷറും വോളിയം തമ്മിൽ പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കാം വിച്ച് ഗ്യാസ് ലാ ഈസ് ആപ്ലിക്കബിൾ ടു ദിസ്. ഇതേപോലത്തെ ഒരു ടേബിൾ തന്നിട്ട് ഇതേത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബോയ്സ് ലാ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതണം. ഇനി നമുക്ക് ആ ടേബിളിലേക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ബോയ്സ് ലാ പറഞ്ഞപ്പോൾ തന്നെ കോൺസ്റ്റന്റിന്റെ കേസ് നിങ്ങളോട് പറഞ്ഞിരുന്നു. ബോയ്സ് ലാ പറഞ്ഞപ്പോൾ തന്നെ കോൺസ്റ്റന്റിന്റെ കാര്യം എങ്ങനെയാ പറഞ്ഞത്? P into V എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ്. P into V എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു. P into V എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒന്നാമത്തെ ഭാഗം നോക്കാം. 1 atm, പ്രഷർ 1 atm, ഇവിടെ എത്ര? 12 ലിറ്റർ, വോളിയം 12 ലിറ്റർ. P into V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ P into V ഇവിടെ എത്ര വരും? 12 എന്ന് തന്നെ വരും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ 12 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ ഭാഗം നമ്മൾ നോക്കാം. 2 atm, 2 atm എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തേല് നോക്കൂ, രണ്ടാമത്തേല് പ്രഷർ തന്നിട്ടുണ്ട് 2 atm, വോളിയം
ആണ് കാണേണ്ടത്. നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്, പി ഇൻറ്റു വി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതും എന്തായിരിക്കും 2 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ 12. അപ്പൊ എന്തായിരിക്കും വിയുടെ വില? വി ഈസ് ഈക്വൽ ടു 12/2 എത്രയായിരിക്കും? 6. അതായത് ഇവിടെ എത്രയായിരിക്കും? 6 ലിറ്റർ. എത്ര കിട്ടി? 6 ലിറ്റർ. മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ 3 ഇൻറ്റു വി. ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ഇവിടെയും 12, ഇവിടെയും 12. 3 ഇൻറ്റു വി 12 ആണ്. വി ഈസ് ഈക്വൽ ടു 12/3 ഈസ് ഈക്വൽ ടു 4. അപ്പൊ അവിടുത്തെ വോളിയം കിട്ടി 4 ലിറ്റർ. ഓക്കെ, ലാസ്റ്റിലത്തെ എന്താ തന്നിരിക്കുന്നത്? ലാസ്റ്റിലത്തത് അവിടെ വോളിയം തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതും 12 ആയിരിക്കും. ഓക്കെ, അതായത് ലാസ്റ്റിലത്തെ തന്നിരിക്കുന്നത് പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷറാണ് നമ്മൾ കാണേണ്ടത്. P ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു, കണ്ടോ, P ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു എത്രയാ? 12. ശ്രദ്ധിക്കുക, P കണ്ടുപിടിക്കണം, V തന്നിട്ടുണ്ട്. ഇതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലായിടത്തും കണ്ടിവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് P ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 12. അപ്പൊ P എത്രയായിരിക്കും? പ്രഷർ 12/12 ഈസ് ഈക്വൽ ടു 1. അപ്പം അവിടെ എത്രയായിരിക്കും? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആദ്യത്തെ നോക്കുക, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മളെ കണ്ടീഷൻ ഇവിടെ നോക്കാം. ഇതിന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ താഴേക്ക് വരുന്നതോറും നിങ്ങൾ 1 atm 2 atm 3 atm 4 atm പ്രഷർ കൂടെയാണ്. പ്രഷർ കൂടൊപ്പം വോളിയം എന്ത് സംഭവിക്കും? വോളിയം കുറയും, ഇൻവേഴ്സ്ലി ആണ്. നോക്കാം. ഒന്നാമത്തെ 1 atm ആയപ്പോൾ 12, 2 atm ആയപ്പോൾ 6 കുറഞ്ഞു, 3 atm ആയപ്പോൾ വീണ്ടും കുറഞ്ഞു. കണ്ടോ, പ്രഷർ ഈ മൂന്നെടുത്ത് പ്രഷർ കൂടുന്തോറും വോളിയം കുറഞ്ഞു. ലാസ്റ്റ് 1 atm തന്നെ ആയതുകൊണ്ടാണ് എന്തായത്? അവിടുത്തെ വോളിയം 12 ലിറ്റർ. ഏത് ഗ്യാസ് ലേയുമായി ബന്ധപ്പെട്ടതാണ്? ബോയ്സ് ലാ. എങ്ങനെ മനസ്സിലായി? പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കാം, P ഇൻറ്റു വി കോൺസ്റ്റന്റ് ആയിരിക്കണം. P ഇൻറ്റു വി എല്ലായിടത്തും കോൺസ്റ്റന്റ്. ഇവിടെ 12, അതുകൊണ്ട് ഇവിടെ നോക്കാം 1 ഇൻറ്റു 12 12, 2 ഇൻറ്റു ഇവിടെ എന്ത് വരും? 6 ആവുമ്പോഴേ 12 ആവും. 3 ഇൻറ്റു 12 പറഞ്ഞെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 12. 1 ഇൻറ്റു എന്താ ഇവിടെ 12 പറഞ്ഞെങ്കിൽ 1 ഇൻറ്റു 12. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. മറ്റു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ രണ്ടും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടേബിൾ തന്നിട്ടുണ്ട്. വോളിയം തന്നിരിക്കുന്ന വോളിയം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഗ്യാസിലാണ് ആദ്യമേ നമുക്ക് മനസ്സിലായി കാണും. വോളിയവും എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഏതിലാണ്? അവഗാഡ്രോസ് ലാണ്. അവഗാഡ്രോസ് ലായിൽ നമുക്കറിയാം V/N. V/N എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കറിയാം V/N എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് വോളിയം 5 ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് N, അതായത് 5/x. കണ്ടോ, 5/x അത് കോൺസ്റ്റന്റ് ആണ്. 5/x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത് 10 ലിറ്റർ 10 ലിറ്റർ ആണ് എങ്കിൽ, അടുത്ത നമ്മൾ നോക്കാം 10 ലിറ്റർ ആണ് എങ്കിൽ 5/x ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. അടുത്ത തന്നിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 10 ആയാൽ ഇവിടെ എത്രയാണ് എന്നാണ് ചോദ്യം. നോക്കുക, ആ 5 ലിറ്റർ എന്നത് 10 ആയി. അപ്പൊ x എന്തായിട്ട് മാറും? തീർത്തും x എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x ആകും. പിടിയിട്ട് കാണും, x എന്ന് പറയുന്നത് 2x ആകും. കാരണം ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ അവഗാഡ്രോസ് ലായില് വോളിയവും എന്താ നമ്പർ ഓഫ് മോളിക്യൂൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം കൂടുന്തോറും നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടും, വോളിയം കുറയും തോറും നമ്പർ ഓഫ് മോളിക്യൂൾസും കുറയും. അപ്പൊ ഇവിടെ 10 ലിറ്റർ 5 ലിറ്റർ നോക്കാം, 10 ലിറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കാം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്തു? x എന്നുള്ളത് എന്തായിട്ട് മാറി? 2x ആയിട്ട് മാറി. x 2x ആയിട്ട് മാറി. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാം 15 ലിറ്റർ. നോക്കാം 5/x നമ്മൾ ഇതായിട്ട് എടുത്തു ആദ്യം തന്നിട്ടുള്ളത്. ഇപ്പം വോളിയം എത്രയായി? 15 ആയി. എങ്കിൽ ഇവിടെ എത്ര വരും എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 5 ആയിരുന്ന വോളിയം 15 ആക്കി. 5 ലിറ്റർ ആയിരുന്ന വോളിയം 15 ലിറ്റർ എങ്ങനെയാകും? ഇൻറ്റു 3 ആണല്ലോ. അപ്പൊ അതുപോലെ അപ്പൊ ഇവിടെയും എന്ത് വരും? ഇൻറ്റു 3. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്ത് വരും ഇവിടെ? 3x. നോക്കാം, 3x.
എന്നാൽ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, തന്മാത്രകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. തന്മാത്രകളുടെ എണ്ണം നമുക്കറിയാം, ആദ്യമുള്ളത് 5/x. ഇനി ആദ്യം ഇവിടുത്തത് 5/x. ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്, ഇത് കാണണം. ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 4x ആണ് തന്നിരിക്കുന്നത്. x എന്നത് 4x ആയി. x എന്നത് 4x ആകണമെങ്കിൽ ഇൻറ്റു 4. അപ്പൊ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? വോളിയവും എന്തായിരിക്കും? 4 മടങ്ങാവും. 5 × 4 = 20 ലിറ്റർ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾ ആ ടേബിൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 5 ലിറ്റർ, 10 ലിറ്റർ, 15 ലിറ്റർ, 20 ലിറ്റർ. 5 ലിറ്റർ ആയപ്പോൾ എന്തായിരുന്നു? x ആയിരുന്നു, ഇരട്ടി. 10 ലിറ്റർ ആയപ്പോൾ എന്തായി? 2x ആയി. ഇനി നോക്കൂ, 15 ആയപ്പോൾ എന്തായി? 3x ആയി. ഇനി 20 ലിറ്റർ ആയപ്പോൾ എന്തായി? 4x ആയി. കാരണം എന്തായാലും എന്ത് മനസ്സിലാക്കാം? താഴേക്ക് വരുന്നതോറും വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. വോളിയം കൂടുന്നത് കൊണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണവും താഴേക്ക് വരുന്നതോറും കൂടുന്നു. തിരിച്ചു ചിന്തിച്ചാൽ മുകളിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നു? വോളിയം കുറയുന്നു. അതിനാൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? വോളിയം കുറയുമ്പം തന്മാത്രകളുടെ എണ്ണവും കുറയുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അവഗാഡ്രോ നിയമം. ഈ കണ്ടീഷൻ ഫേവറബിൾ ആകണമെങ്കിൽ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചറും പ്രഷറും അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആറാമത്തെ ചോദ്യം. പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആരൊക്കെ തന്നിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ, കെൽവിനിലെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അപ്പൊ അത് ഏത് വാതക നിയമമാണെന്ന് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കുക. വോളിയവും ടെമ്പറേച്ചറും തന്നിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ചാൾസ് ലാ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ചാൾസ് ലാ അനുസരിച്ച് നമുക്കറിയാം V/T എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ തന്നിരിക്കുന്നതിൽ V/T എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം. ഒന്നാമത് 546 ആണ് അവിടുത്തെ V. T എന്ന് പറയുന്നത് 273. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റ് V/T എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. V/T എന്ന് പറയുന്നത് 2. രണ്ടാമത്തെ നമുക്ക് നോക്കാം. 600 ml വോളിയം തന്നിട്ടുണ്ട്. 600 ml എന്താ? ടെമ്പറേച്ചർ ആണ് കാണാനുള്ളത്. അപ്പൊ വോളിയം രണ്ടാമത്തെ ദിവസം നമുക്ക് നോക്കാം. വോളിയം 600. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ കാണണം. ടെമ്പറേച്ചർ നമുക്ക് അറിയത്തില്ല, പക്ഷെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2 ആണെന്ന് അറിയാം. ഓക്കെ, നിങ്ങൾ നോക്കാം. 600നെ ഏതൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 2 കിട്ടി. എത്ര വരും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 2t എന്ന് പറയുന്നത് 600. അങ്ങനെയാണെങ്കിൽ t എന്ന് പറയുന്നത് എത്രയായിരിക്കും? t എന്ന് പറയുന്നത് 300. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും? 300. ഓക്കെ, അടുത്ത ചോദ്യം. മൂന്നാമത്തത് നോക്കുക. വോളിയം 640. അവിടെ തന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. വോളിയം എന്ന് പറയുന്നത് 640 ആണ്. എന്താ അവിടെയും കണ്ടുപിടിക്കേണ്ടത്? ടെമ്പറേച്ചർ കാണണം. ടെമ്പറേച്ചർ നമുക്ക് കാണണം. കോൺസ്റ്റന്റ് അറിയാം, 2 ആണ്. 640നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. 2t എന്ന് പറയുന്നത് 2t എന്ന് പറയുന്നത് 640. അപ്പൊ t എന്ന് പറയുന്നത് എത്രയായിരിക്കും? 320. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തൊരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാണ്? 330. കാണേണ്ടത് വോളിയം ആണ്. ഇക്വേഷൻ നോക്കാം. വോളിയം ബൈ ടെമ്പറേച്ചർ എത്രയാണ് തന്നിരിക്കുന്നത്? അവിടെ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 330. എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2 തന്നെ ആയിരിക്കും അവിടെയും വരുന്നത്. ഏതോ ഒരു സംഖ്യയെ 330 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം എത്ര കിട്ടി? 2 കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? V എന്ന് പറയുന്നത് 330 ഗുണം 2 660 ml. 660 ml. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം. ഏത്? ചാൾസ് ലാ ആണ്. ചാൾസ് ലാ ഏത്? വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നോക്കാം. 546 ആയപ്പം ടെമ്പറേച്ചർ 273. ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ വോളിയം നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുകയാണ്. എന്ത് സംഭവിക്കും? 600 ml ആയപ്പം 300, 640 ആയപ്പം 320, 660 ആയപ്പം 330. എല്ലാം നിങ്ങൾ നോക്കാം. 546/273 എന്ന് പറയുന്നത് എത്ര കിട്ടും? എ കോൺസ്റ്റന്റ് 2. ശരിയാണ്. രണ്ടാമത്തെ 600/300 അവിടെയും കോൺസ്റ്റന്റ് നോക്കുക 2. മൂന്നാമത്തെ നോക്കുക 640/320 അവിടെയും കോൺസ്റ്റന്റ് 2. അടുത്ത നോക്കുക 660/330 കോൺസ്റ്റന്റ് 2.
ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഇത്. ഏത് വാതക നിയമം എന്ന് ചോദിച്ചാൽ ചാൾസ് ലോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, V and T ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അറ്റ് കോൺസ്റ്റന്റ് നോക്കുക, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അവിടെ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനും, അതായത് വാതക നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മോൾ സങ്കല്പനം എന്ന ഭാഗത്തെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 10ാം ക്ലാസ്സിലെ മിക്കവാറും ഉള്ള കെമിസ്ട്രിയിലുള്ള കുട്ടികൾക്കെല്ലാം വളരെയധികം സംശയമുള്ള ഭാഗമായിരിക്കും മോൾ സങ്കല്പനം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചുള്ള ക്ലാസ് എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉടനെ ഇടുന്നതാണ്, എക്സാമിന് മുമ്പ് തന്നെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് അതിനെ SLC-ക്കാർക്ക് മനസ്സിലായി കാണും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോൾ സങ്കല്പനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും വ്യക്തമായി പഠിക്കുക. എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്.